ഇത് ഉറങ്ങാൻ കിടന്ന് എന്നെ ഇവിടെ കൊണ്ടിരുത്തിയില്ല കഥയിലത് ജീവിതത്തിൽ ബന്ധം ഒഴിയുന്ന ഭർത്താക്കന്മാരെ ചോദ്യം ചെയ്യാതിരിക്കുന്ന കാര്യമുണ്ട്. ഞങ്ങൾ എന്ത് ചോദിച്ചാലും സത്യം മാത്രമേ പറയുള്ളൂ. സത്യം മാത്രം നീ പറയൂ. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദാസനാണ്. സത്യം മാത്രമേ ഞാൻ പറയൂ. പക്ഷെ ഞങ്ങൾ എന്ത് ചോദിച്ചാലും നീ നുണയെ പറയുള്ളൂ എന്നുള്ളതിന്റെ ഇരിപ്പാണ് ഈ ഇരിപ്പ്. നേരെ ഇരുന്നേ നീ. എന്ത് ചോദിച്ചാലും സത്യം മാത്രമേ പറയത്തുള്ളൂ. ഉറപ്പ്? ഉറപ്പ്. സത്യം ചെയ്യ്. സത്യം. സത്യം ചെയ്യ്. നിങ്ങൾക്ക് മുമ്പാകെ എന്ത് ചോദിച്ചാലും അതിന് മറുപടിയായി ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. സത്യം 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 3 പ്രാവശ്യം. മാതാവിനെ പിടിച്ച് സത്യം ചെയ്യ്. കൊടങ്ങാവള മാതാവാണ്. എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മച്ചിയാണ്. ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മക്കളാണ്. മതി മതി മതി. ചോദ്യം നമ്പർ 1. ശരി, നിനക്ക് ഞങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട്? അതായത് എന്നോടും ലില്ലിനോടും പിള്ളേരോടും. അതെന്തിനു ചോദിക്കാൻ? എന്റെ ജീവൻ. അതെല്ലാവർക്കും പ്രപഞ്ചത്തിനൊരു അറിയാവുന്ന സത്യമല്ലേ? ശരി ശരി, അങ്ങനെയാണെങ്കിൽ ഏട്ടനോടും ക്ലീറ്റോ ചേട്ടനോടും എത്ര സ്നേഹമുണ്ട്? അവര് കാര്യം ഇച്ചിരി ഉപദേശവും ആക്രമണങ്ങളും ഒക്കെ കൂടുതലാണെങ്കിലും നിങ്ങളെ പോലെ തന്നെ ജീവൻ. അതുകൊണ്ടല്ലേ ഇവിടെ അട്ടിപ്പേറ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോസ്മേരിയോടോ? റോസ്മേരി ജീവനോളം ഇല്ലെങ്കിലും അവളെന്റെ പിള്ളേർ നല്ലതല്ലേ? സെറ്റ്. അപ്പൊ സൂഫിയോടോ? സൂഫിയ താഴത്തെ സൂഫി. അപ്പൊ നമ്മുടെ കുടുംബക്കാരുടെ ലിസ്റ്റിലേക്ക് വേറൊരാള് കയറി വരേണ്ട കാര്യം? പറ. സൂഫിയോട് ഇഷ്ടം. ഇഷ്ടം എന്ന് പറഞ്ഞ? ഇഷ്ടം എന്ന് പറഞ്ഞ ജീവൻ. നിങ്ങളെ പോലെ ഇഷ്ടം. എന്തേ? ജീവൻ. സൂഫി ജീവൻ. ഇതറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ വിളിച്ചിരുത്തിയത്. അല്ല, അത് നമ്മളറിയാവുന്ന ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വെച്ച് കണ്ടാലും ഇക്കാന്ന് വിളിക്കും. പിന്നെ മമ്മൂട്ടി സാർ ജീവനാണോ? അയാൾ ആളിച്ചിരി പരിക്കല്ല. അയാളത്ത് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ സൂഫിയായിട്ടല്ല കമ്പനിയാ. ഓ കണ്ടോ? അപ്പൊ അത് പരുക്കൻ, ഇത് ജീവൻ. ഇത്ര അറിഞ്ഞാൽ മതിയായിരുന്നു. ഇത്ര ക്ലിയർ ആയി. വിട്ടില്ലേ? വിട്ട് തീർന്നില്ലേ? ഞങ്ങൾ അങ്ങനെ തീർക്കാൻ ഉദ്ദേശിച്ചത്. ഇതൊരു ഗെയിം. ബന്ധത്തിനെ കുറിച്ച്, സ്നേഹത്തിനെ കുറിച്ച് ചോദിക്കുന്നു. കലമുച്ചമ്മെ കുറിച്ച് ചോദിക്കുന്നു. എന്ത് ഗെയിമാടാ? എന്നെ ചോദ്യം ഞാൻ പിടിച്ചിരുത്തിക്കണ്ട കൂടാ. എന്ത് ചോദിച്ചേ? നീയും മറ്റേ താഴത്തെ സൂപ്പി കൊച്ചുമായിട്ട് എന്തോ അടുപ്പുണ്ടെന്നൊക്കെയാണ് ഇവര് പറഞ്ഞത്. അടുപ്പ്? ഉണ്ടല്ലേ പറഞ്ഞു കൊടുത്തു. എന്ത് കർത്താവേന്ന്? താലി കെട്ടി പെണ്ണുമ്പിള്ളക്ക് ചെലവിന് കൊടുക്കാൻ പൈസ. അപ്പൊ അതിന് വേറൊരാള്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക്? ഇപ്പൊ പിന്നെ നീ എന്താ പറഞ്ഞത്? ഇതേ അങ്ങനെ ഞങ്ങളിങ്ങനെ ഊഹിച്ചെടുത്തോന്നല്ല, നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. ഏത് നാട്ടുകാര്? അതൊക്കെ ഉണ്ട്. തമ്പിയണ്ണേ. തമ്പിയല്ല. ഇവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ചാ പറഞ്ഞത്. അങ്ങോരെല്ലാം കണ്ടോണ്ടിരിക്കുവാന്ന്. എന്താ കണ്ടോണ്ടിരിക്കുവാന്ന്? അങ്ങേർക്ക് സംശയമില്ലാതെ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ എന്താ പറഞ്ഞ കാര്യം എന്താണ്? അവർ കാര്യം എന്താ? ഇവൻ ചെയ്തിട്ടല്ലേ പറയുന്നത്. പറയേണ്ടത്. അവനിപ്പോ എന്തെങ്കിലും നുണ പറയും. സത്യം ചെയ്തെന്ന് പറഞ്ഞല്ലോ. എനിക്ക് അവരുമായിട്ട് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഞങ്ങൾ നല്ല കമ്പനിയാണ്, നല്ല സുഹൃത്തുക്കളാണ്. ഇതിപ്പം ഇപ്പൊ മനസ്സിലായ സംഭവം എന്താണ്? തമ്മനെ എനിക്കിട്ട് പണിഞ്ഞതാ. അയ്യോ, എന്റെ നിങ്ങൾ അവരെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തോ ആൻസർ പറയണമേ. നിങ്ങൾ വിശ്വസിക്കണ്ട. അച്ചമ്പി, തമ്പിയുടെ ഒരു കൂട്ടുകാരന്റെ ബൈക്ക് എന്റെ വർക്ക്ഷോപ്പിൽ ശരിയാക്കാനായിട്ട് കൊണ്ടു. ഞാനത് പണിഞ്ഞു വെച്ച് അയാൾ 2 ദിവസം മുമ്പ് വണ്ടിക്ക് വന്നപ്പോഴത്തേന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഇന്ന് സൂക്ഷം പോലെ രാവിലെ തമ്പിയുടെ റോഡി വെച്ച് കണ്ട് തമ്പിയുടെ കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഇത് കൊടുക്കാൻ നീ എന്നെ നോക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ മേടിച്ചാൽ തരത്തില്ലല്ലോ. തമാശ പറഞ്ഞു 1-2 പറഞ്ഞ് ഞങ്ങൾ മുട്ട വഴക്കായി. അങ്ങനെ പുള്ളി എന്നെ റോഡി വെച്ച് വെല്ലുവിളിച്ചു. എന്നെ എന്റെ വർക്ക്ഷോപ്പ് ഇവിടുന്ന് കെട്ടിക്കുന്നു. അതിന് ബദൽ വന്നെന്ന് പറഞ്ഞാൽ നോണേ. എന്നാലും നിങ്ങളതൊക്കെ വിശ്വസിച്ചല്ലോ. ഇന്ന് വഴക്കുണ്ടായോ? ഇന്ന് രാവിലെ ഞാൻ ലില്ലിപ്പടുത്ത് പറയാൻ വിട്ടുപോയി. ഇന്ന് രാവിലെ ഇവിടെ റോഡി വെച്ച് ഭയങ്കര സംസാരമായിരുന്നു. അതിനാണ് അയാൾ ഈ വൃത്തിയോടെ ഇവിടെ വന്ന് പറഞ്ഞത്. പിന്നല്ലാതെ ചോദിച്ചിട്ട് തന്നെ ഹലോ എന്താണത്? രാവിലെ നിങ്ങൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്? എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ മാറ്റി പറഞ്ഞത് ഇങ്ങനെ അങ്ങോട്ട് മാറുന്ന എന്തിനാ കാര്യങ്ങള്? രാവിലെ അങ്ങനെ അത്രയും കാര്യം മനസ്സിലായല്ലോ. പക്ഷെ തമ്പിച്ചേട്ടൻ ഇത് വന്ന് രാവിലെ നമ്മളോട് പറഞ്ഞില്ലേ ചേച്ചി? ഞാൻ അത്രക്ക് വിശ്വസിച്ചില്ല. കാരണം റൊണാൾഡോ അച്ഛൻ അത്ര പ്രേമത്തിന്റെ അസ്കിത എന്നുള്ള ആളൊന്നുമല്ല.